എല്ലാരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയാണ്. ചോറെടുക്കുന്നതിന് മുന്നേ, ചോറ് ഞാൻ എടുത്തു കഴിഞ്ഞ് സംസാരിച്ചെന്ന് വേണ്ട, ചോറെടുക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടുമായിട്ട്. എനിക്ക് ഉള്ള നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം വിളമ്പാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ പുതിയ നൈറ്റി ഒന്നും എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല. ഞാൻ പാവം പിടിച്ച ഒരു തൊഴിലുറപ്പുകാരിയാണ്. അല്ലാതെ എനിക്ക് തുണിക്കടയൊന്നുമില്ല മാറി 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 നൈറ്റി ഇടാൻ വേണ്ടി. 5 നൈറ്റി ഉണ്ട്. അത് ഞാൻ മാറി മാറി ഇടുന്നത് നല്ല വൃത്തിക്കല്ലേ ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് മോശമായ നൈറ്റി കളറുണ്ട്, മുഷിഞ്ഞതല്ല. ഞാൻ അലക്കിയാണ് നൈറ്റി ഇടാറുള്ളത്. കുളിച്ചിട്ടാണ് ഞാൻ വന്നിവിടെ ഭക്ഷണം വിളമ്പാറുള്ളത്. അതൊക്കെ ഇല്ലേ, ഇന്ന് നൈറ്റ് ഇതേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ലേ? അയ്യോ എൻ്റെ ദൈവം, എനിക്ക് ഇല്ലല്ലോ നൈറ്റി. എനിക്ക് നൈറ്റി ഇല്ലാന്നില്ല. ഓണത്തിനും വിഷുവിനും മക്കൾ നൈറ്റി മേടിച്ച് തരും. അതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും ഇപ്പം നൈറ്റിയുടെ വില അറിയാമല്ലോ, 300 രൂപ 310 രൂപ ഏറ്റവും താഴ്ന്നതിന്. വലുതിനൊക്കെ ഉണ്ട് 500 1000 രൂപ നൈറ്റി വരെ മേടിച്ചിടുന്നുണ്ട്. നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഈ ഉള്ളതും കൊണ്ട് ഓണം പോലെന്ന് പറഞ്ഞാൽ ഈ 5 നൈറ്റി ഉണ്ട്. 5 നൈറ്റി സൂപ്പർ. ഓണത്തിന് ഇപ്പം കിട്ടും 2 നൈറ്റി. അന്നേരം പിന്നെ നൈറ്റി ആകത്തില്ലേ? പിന്നെ സൗന്ദര്യം, ഇതിങ്ങനെ ദൈവം വാരിക്കോരി തന്നേക്കോ സൗന്ദര്യം ഇല്ല, അല്ല വെളുപ്പില്ല. പണ്ടാരണ്ട് പറഞ്ഞ പോലെ തന്നെ കാരണവന്മാരെങ്ങനെയാണ് പറയുന്നത്? കാരണവന്മാരെന്ന ഭംഗിയുണ്ട് കോലുണ്ട്. അതെ, കാരണവന്മാരെന്ന ഭംഗിയും കോലമൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തേക്ക് സുന്ദരി ഞാനാന്നാ പറയുന്നത്. ചോറ് വിളമ്പോ ഇന്ന് ചോറെടുക്കാൻ പോവാറ്. ഇപ്പൊ ആദ്യം ചോറ് ദേവുവിന് എടുത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങളുടെ സ്പെഷ്യൽ കറിയാണ്. എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചോറ് ഇപ്പോൾ എടുക്കുന്നില്ലേ. എടുക്കട്ടെ. അപ്പോൾ കുറച്ച് ചോറ് മതി. നമ്മൾ രാവിലെ ഗോതമ്പ് ദോശയും സാമ്പാറും കഴിച്ചായിരുന്നു. ചോറ് കുറച്ച് മതി നമ്മൾ പറയുന്നത്. ഇന്ന് നമുക്ക് വരാലി കറിയാണ്. അതുകൊണ്ട് അതാണ് അവളിപ്പോൾ ചോറ്. ഞങ്ങൾ മീൻ കൂട്ടി കുറേ ദിവസം ആയില്ലേ, ഒത്തിരി ദിവസമായി മീൻ മേടിച്ചിട്ട്. അവൾ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവളങ്ങനെ മീൻ കൂട്ടിയിട്ടില്ല. വരാലാകുമ്പോൾ അവൾക്കും കൂട്ടാം. അതെ, അതുകൊണ്ടാണ്. കടൽ മീനല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു വരാലിൻ്റെ കഷ്ണവും കുറച്ച് ചാറും കൂടെ കൊടുത്തേക്കാം. വരാല് കറി. പിന്നെ ചുണ്ട് തോരൻ. എന്നറിയോ, ഇത് മിനിഞ്ഞാന്ന് ചുണ്ടും പയറും കൂടെ തോരൻ വെച്ചായിരുന്നു. അന്നേരം ഒരു ചുണ്ടും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ അത് ഇന്ന് രാവിലെ പറഞ്ഞു, ആ ചുണ്ട് തോരൻ വെക്കണേന്ന് പറയും. നോക്കിയപ്പം പയറില്ല, പരിപ്പില്ല. പയറും പരിപ്പും ഇട്ട് വേണ്ട വെക്കാനായിട്ട്, അത് രണ്ടും ഇല്ല. അതുകൊണ്ട് അത് ഞാൻ സപ്ലൈക്കോയിൽ പോകണം മേടിക്കാനായിട്ട്. തിങ്കളോ ചൊവ്വയോ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുണ്ട് തന്നെ തോരൻ വെച്ചേക്കും. തന്നെ വെക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പച്ചമോര് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുക്കാം. അച്ചാറുണ്ട്. മീനുള്ളതുകൊണ്ട് ഇതിനോടൊന്നും വലിയ അച്ചാറിനോട് മാത്രമേ ഉള്ളൂ താല്പര്യം. ഞാനാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത്. എനിക്കിന്ന് തോരനും അച്ചാറും മാത്രമേ ഉള്ളൂ. രണ്ടും മതി, എനിക്ക് തോരനും അച്ചാറും മതി. ചോറ്, തോരന്, അച്ചാറ്, മീൻ കറി, വരാലി കറി, ഇതെല്ലാം കൂട്ടി ഉണ്ണാൻ എല്ലാവരും ഓടി വായോ.